വായാടി ട്രംപ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാ വെടി നിർത്തിയെന്നാ. വെറുതെ ആറ്റം പൊട്ടിച്ച് പ്രശ്നം ഉണ്ടാക്കണം, തൽക്കാലം വെടി നിർത്താം. അറബ് ലീഗ് റഷ്യയുമായി ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഒരു സുദിനം വരാറായി. ഗാസയ്ക്കകത്ത് 63,000 പേരെ ഇസ്രയേൽ കൊന്നുകളഞ്ഞത്. കെട്ടിടത്തിൻ്റെ അടി മാസങ്ങളായി കിടക്കുന്ന ശവം അവിടെ കിടക്കുക. അതിനെ പ്ലാസ്റ്റിക് ചാക്കിനകത്താണ് വലിച്ചുകൊണ്ട് പോകുന്നത്. റഷ്യ ഉക്രൈൻ്റെ ശവമടക്കം നിങ്ങൾ കാണണം. കരമുയരുന്നില്ലല്ലോ ചായ. ഇതാ സുവിശേഷ പ്രസംഗം. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1, ദൈവസഭ എടുക്കും. പെന്തിക്കോസുകാരെന്നല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ, മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞാൽ ഒരു 3-ാം ലോകമഹായുദ്ധം ഇവിടെ വരും. കണ്ടില്ലയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് മലയാളത്തിൽ തന്നെ പറയാം. നമ്മുടെ 2025 ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ, സ്തോത്രം, പലസ്തീൻ്റെ പ്രൊവിൻസിൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് റഷ്യയിൽ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഞങ്ങൾക്ക് മേധാവിയാകണം. ഹമാസിൻ്റെ ലീഡർമാർ പലരും മരിച്ചു വീഴുമ്പോൾ ഹമാസിൻ്റെ പോരാളികൾ റഷ്യയിലെ പുട്ടിനെ ചെന്ന് കണ്ടിട്ട്, സാറേ നീ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. ബൈബിൾ പ്രവചനം നിവർത്തിയായി ദേവദാസന്മാരെ. ബൈബിൾ കൂടെടുത്തോണം അമ്മ. എസക്കേൽ 38:7-8. ഇതാ ദൈവസഭ എടുത്താൽ വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധം. അതിൻ്റെ പ്രത്യേകത, ഒരുങ്ങിക്കൊള്ളുക, നീയും നിൻ്റെ അടുക്കൽ കൂട്ടവും ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായി തീരും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഇസ്രായേൽ എവിടെ വെച്ച്? വാളിനൊഴിഞ്ഞു പോകുന്നത്, പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായി ഒരു ദേശത്ത് നീ ഒടുക്കം വന്നു ചേരും. റഷ്യ നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര. അറബ് ലീഗ് റഷ്യയുമായി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സുദിനം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അതാരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. കൃപായുഗം. അത് കഴിഞ്ഞാൽ ലോകം ഒരുവന്റെ കയ്യിൽ. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം. അത്തി നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക് യേശുവല്ല ഒരുവന്റെ കയ്യിൽ ഭരണം. ഒരുവൻ ഭരണത്തിൽ വന്നാൽ ഇന്ന് രാത്രി 3 ചിന്തകളായിരിക്കും തുടർന്ന് ചിന്തിക്കുന്നത്. കൊടുത്തത് 7 സഭകൾ: എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുദയൂര, പെർഗമോസ്, സർദീസ്. ഇന്ന് കുഞ്ഞുമോൻ വായിച്ചത് ഫിലാദൽഫിയ സഭ. വെളിപ്പാട് 3:10-11. നിന്റെ സഭയിൽ 4000 പേരൊന്നുമില്ല. വളരെ ചാട്ടക്കാരൊക്കെ ഇന്നത്തെ കണക്ക് കുറവാ, പക്ഷെ സഭയെ ആള് കുറവാണെങ്കിൽ ഫിലാദൽഫിയോട് പറയുന്നു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഈ ഭൂമിയിൽ വരുന്ന പരീക്ഷാകാലത്ത് ദൈവസഭയെ ഞാൻ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൽ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ ഇവിടെ എന്ത് നടക്കും? പരീക്ഷാകാലം. ആ യുഗങ്ങളുടെ പേരാ ഉപദ്രവം, മഹോപദ്രവം. നാളെ ബാക്കി 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ഒരിക്കൽ കൂടെ: 1 ദൂതന്മാർ, 2 നിൽക്കൽമഷം, 3 മനസാക്ഷി, 4 ന്യായപ്രമാണം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. ഉൽപ്രാപണം കഴിഞ്ഞാൽ 3-ാം ലോകയുദ്ധം കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞു, ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ ഒരുവൻ എഴുന്നേറ്റ് വരും. അവൻ്റെ ഭരണകാല ഉപദ്രവം, അത് കഴിഞ്ഞ് മഹോപദ്രവം. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ഇന്ന് രാത്രി വചനത്തിൽ കൂടി ബാക്കി നാളെ. വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല, അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ദൈവസഭ എടുക്കപ്പെട്ടാൽ വരാൻ പോകുന്ന കാലം വായിക്കാം. 2 മുദ്രകൾ പടപട. ബൈബിൾ കൂടെ ഇരിക്കണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3, 4 വാക്യങ്ങൾ മോൻ വായിക്കും. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ എന്ത് സംഭവിക്കും? വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 6, 3, 4. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 3-4. വായിക്കാൻ. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 1-ാം മുദ്ര ഇസ്രായേൽ, നാളെ അതായിരിക്കും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 2-ാം മുദ്രയിലിട്ട് കയറുന്നത്. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. കുതിര എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ പൈശാചിക സ്പിരിറ്റാ, ഈവിൾ സ്പിരിറ്റാ. 6 കുതിരകളാ. വെള്ളക്കുതിര, മഞ്ഞക്കുതിര, ചുവന്ന കുതിര. അതിൽ 2 കുതിര ഇന്ന് രാത്രി പറയും, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചുവന്നതായ ഒരു കുതിര പുറപ്പെട്ടു. വായിച്ചാട്ട് പുറത്തിരിക്കുന്നവനും മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അവിടെ മോൻ ഫുൾ സ്റ്റോപ്പ് ഇടണം, വാക്യം മാറ്റൽ. ഈ വാക്യം എല്ലാം വരും. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു നിയമം മർക്കോസ് എടുക്കണം. ഞാൻ പറയുമ്പോൾ കേട്ടാട്ട് മക്കള്, അതിൻ്റെ അർത്ഥം മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. മനുഷ്യൻ അന്യോന്യം കൊല്ലും. ബൈബിളിലേക്ക് വരുന്നു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രി മോഡി സാർ വരുന്നതിന് മുമ്പ്
ആംബുലൻസ് വഴികൾ ശരിയാക്കും. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ഇവിടുത്തെ MLA-മാർ MP-മാർ വരുന്ന പോലെ ആൻറ്റി ക്രൈസ്റ്റ് ഇവിടെ വരുന്നതിന് മുമ്പ്, ഇത് വരാൻ പോകുന്ന സംഭവത്തിന് മുമ്പ് നിഴലായി ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നു. മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന കാലം. ബൈബിളിൽ മനുഷ്യൻ അന്യോന്യം കൊല്ലുമോ? യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം 1 മത്തായി 24, 2 മർക്കോസ് 13, 3 ലൂക്കോസ് 21, സെർമൺ ഓഫ് ദ മൗണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. കാന്തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാഥൻ പറഞ്ഞ ആരെ കൊല്ലും വായിക്കുന്നു മർക്കോസ് 13:12. ഞാൻ പോയ ജസ്റ്റിൻ രാജ് ഭാഷ പിടിക്കരുത്, അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് വാക്യം വായിക്കുന്നു. മർക്കോസ് 13:12 മുൻ വായിച്ചാട്ടെ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. നിൽക്കാം, ഫുൾ സ്റ്റോപ്പ്. സഹോദരനെയും. തിരുവനന്തപുരം കേൾക്കണം, വെള്ളറടയും. സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു, പനച്ചുമൂട്. തോലടിയിൽ ഞാൻ കൺവെൻഷൻ അവിടെ പറ്റത്ത് പ്രസംഗിക്കുമ്പോഴാണ് ഭയങ്കരമായ സംഭവം. അത് കഴിഞ്ഞ് റാന്നി ചത്തോങ്കര അവിടെ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, കാഞ്ഞിരപ്പള്ളി, ഇപ്രാവശ്യവും ഞാൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട്, കൂവപ്പള്ളി ചന്തയിൽ. കഴിഞ്ഞ 2 വർഷത്തിന് പിറകിൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ചു, ഇതേ വാക്യം പ്രസംഗിച്ചു. അന്നേരം ഒരു അപ്പച്ചൻ എന്നെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇതൊക്കെ ഇത്ര ക്ലിയറാണ് ഇപ്പോഴാണ് പിടി കിട്ടിയ കത്തോലിക്ക സഭയിൽ അപ്പച്ചൻ. എല്ലാവരും കേട്ടാട്ടെ. അദ്ദേഹം പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിൽ വലിയൊരു കുടുംബമുണ്ട്, കുടുംബത്തിൻ്റെ പേര് കരിമ്പനാൽ. 40 കോടി രൂപയ്ക്ക് വേണ്ടി ചേട്ടന്മാരും അനിയന്മാരും വില കൂടി ഒരുത്തൻ 2 എണ്ണത്തിന് സ്വന്തം സഹോദരങ്ങളെ പച്ചയ്ക്ക് കൊന്ന് കരിമ്പനാൽ, കാഞ്ഞിരപ്പള്ളി. സ്വോത്രം. ഇതെല്ലാം അന്ന് ബൈബിൾ വായിച്ച് പ്രസംഗിച്ചു. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം കൺവെൻഷൻ തീരുക. കൺവെൻഷൻ തീർന്നപ്പോൾ 2-ാം ദിവസം ഇത് വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഞാൻ കണ്ണടച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ ഒരു 85 വയസ്സുള്ള ഒരു അപ്പച്ചന എല്ലാവരെയും കൂട്ടി പ്രസംഗം കേൾക്കാൻ വരുക, കർത്താവിൻ്റെ വരവ്. അപ്പോൾ 2-ാം ദിവസം എന്നോട് അദ്ദേഹം ചോദിക്കുക, പാസ്റ്റർ ഇത്രയും കാര്യം അറിയാമല്ലോ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, നോഗയുടെ അളിയൻ്റെ പേരാന്ന് എവിടുന്നെങ്കിലും ഒരെണ്ണം കള്ളപ്പേരെങ്കിലും കൊണ്ടുവരാൻ. സ്വോത്രം. എടാ, കൊല്ലത്ത് ചാത്തന്നൂർ കിടക്കുന്ന എനിക്ക് അങ്ങനെ കാഞ്ഞിരപ്പള്ളി എന്ന് പേരറിയാവുന്ന. സ്വോത്രം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്റർ കേൾക്കണം, പണ്ട് ഞങ്ങളുടെ ചക്രമില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പന്മാർ ഇവിടെ ഒരു പള്ളി വെക്കാൻ നോക്കിയപ്പോൾ പണമില്ല. പുഴയുടെ തീരത്ത് ഒരു കാഞ്ഞര ഉണ്ടായിരുന്നു. കോടാലി വെച്ച് കാഞ്ഞരത്തെ റെഡിയാക്കി പീസാക്കി ഓലമടക്ക് കൊണ്ട് പള്ളി ആരംഭിച്ചു. കാഞ്ഞരം കൊണ്ട് പണിഞ്ഞത് കാഞ്ഞിരപ്പള്ളി. മനസ്സിലാകുന്നവർക്കായി മുഖ്യമന്ത്രിക്കും അറിയത്തില്ല, ഉമ്മൻചാണ്ടി സാറിനും അറിയത്തില്ല. സ്വോത്രം. ഈ അപ്പച്ചൻ ബാക്കിയൂടെ കേൾക്കണം, ബന്ധിക്കോസുകാർ കേൾക്കണം, എല്ലാവരും കേൾക്കണം. 3-ാം രാത്രി ഞാൻ പ്രസംഗിച്ചു. പാസ്റ്റർമാരെല്ലാം കേട്ടാട്ട് സ്റ്റേജിൽ നിന്ന്. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, മക്കളെ എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുവിട്ടു. അവർ പറഞ്ഞ് പാസ്റ്റർ ഇതാ അപ്പുറത്തോട്ട് കയറിയ കോട്ടയം ബസ് കിട്ടും, അതുവഴി കൊട്ടാരക്കര. ഞാൻ പറയും കാപ്പിയൊന്നും വേണ്ട. ഞാൻ പാന്നേരം ഈ അപ്പച്ച ഒരു കവർ, പാസ്റ്റർമാർ കേൾക്കണം, കത്തോലിക്ക അപ്പച്ച ഒരു കുരിശുമാലയൊക്കെ ഇട്ടിട്ട് ഒരു കവർ പാസ്റ്റർ വെച്ചോളാം. ഞാൻ പറയും, ഇത് പാവപ്പെട്ട ചെറുപ്പക്കാർ നടത്തുന്ന കൺവെൻഷനാണ്, ഇവരെനിക്ക് വണ്ടി കൂലി തരും. അപ്പച്ചൻ കൊണ്ടുവന്നതല്ലേ, പോക്കറ്റ് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ നല്ല ബുദ്ധിയുള്ളതല്ലേ. സ്വോത്രം. അപ്പച്ചൻ്റെ കൈ എൻ്റെ കൈ പിടിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെ വിളിച്ച് ഈ കയ്യിലോട്ട് കൊടുത്താട്ടെ. ഞാൻ ഒറ്റ പ്രാർത്ഥന, കരുണയുള്ള ദൈവമേ ഈ അപ്പച്ചനെ കാക്കണമേ, വരവുകളും ചെലവുകളും എല്ലാം കൊടുക്കണേ. സ്വോത്രം. ബാക്കി കേട്ടാട്ടെ മാമേ. സ്വോത്രം. ഞാൻ കോട്ടയത്ത് ചെന്നപ്പോൾ പിന്നെ ഞാനൊരു ചായ കുടിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച്, പാസ്റ്ററെ ഒരു മഹാ അത്ഭുതം ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം? 10,000 രൂപ ഈ അപ്പച്ചൻ, കത്തോലിക്ക അപ്പച്ചൻ കൺവെൻഷൻ കൊണ്ട് കൊടുത്തെന്ന്. എന്നിട്ട് പറഞ്ഞിരിക്കുക ഇനി ഇവിടെ കൺവെൻഷൻ നടത്തണമെന്ന്. ആ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ കേട്ടാട്ട് മൈക്കിന് കൊടുക്കാൻ 6,500 രൂപ അന്ന് ഇല്ലാതിരിക്കുക. സ്വോത്രം. എനിക്ക് വണ്ടിക്കൂലിയും തന്നിട്ട് എവിടുന്ന് വട്ടിക്ക് മേടിക്കണമെന്ന് കാത്തിരുന്നതാ. 3,500 ബാക്കി കരമുയർത്തുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ഏലിയാവിൻ്റെ കാക്കയല്ല, പെന്തിക്കോസുകാരന് തീയച്ചക്കാരന് കൊടുക്കത്തില്ല. കർത്താവ് ഇടപെട്ട കത്തോലിക്കൻ്റെ പോക്കറ്റിൽ നിന്ന് 10,000 കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടാട്ടെ. അതുകൊണ്ട് ആ ചേട്ടൻ അനിയനെ കൊല്ലും, അപ്പൻ മകന്. മേപ്പൂക്കട മലയെങ്കിലും ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ദാ കിടക്കുന്നു, അപ്പൻ മകനെ രാത്രി കള്ളു കുടിച്ചിട്ട് വന്ന് കൊന്നു കളഞ്ഞു. മേപ്പൂക്കട. എത്ര ക്ലിയറായി. തിരുവനന്തപുരം ടെക്നോ പാർക്ക് അനശാന്തി എല്ലാവരും കണ്ടില്ലേ? 9 മാസം 9 ദിവസം 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കാമുകൻ നിനോമാത്തിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. അവൻ പൂജപ്പുര ജയിലിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. അവളുടെ കണ്ണിന് കാഴ്ച പോയി ഇപ്പോൾ വീട്ടിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കാർ. തിരുവനന്തപുരം. അടുത്തത് കേൾക്കാം. കാടൽ ജിൻസൺ രാജ. മിണ്ടുന്നില്ലല്ലോ. പാളയം MMCSI ചർച്ച്. അപ്പൻ അമ്മ പെങ്ങൾ ബന്ധു 4 എണ്ണത്തിന് പച്ചയ്ക്ക് കൊന്ന്. എത്ര ക്ലിയറായി ബൈബിൾ. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തുകാരൻ ദീപു, നല്ല ട്രാക്ടർ ഉണ്ടായിരുന്ന, നല്ല വണ്ടി ഉണ്ടായിരുന്നവനെ ചൂടമ്പാലക്കാരൻ അമ്പിളി. കളിക്കാവിളിയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ കൂടെ വന്നിട്ട് കഴുത്തറത്ത് കൊന്നു. ആരെയാ? തിരുവനന്തപുരം മലയങ്കാരൻ ദിബുവിനെ ചൂടമ്പാലക്കാരൻ അമ്പിളി. പത്രവാർത്ത. അവൻ്റെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. 1 ജസ്റ്റിൻ, 2 അജി. അവന്മാർ 2 പേരെ ഞാൻ കരം വെച്ച് പ്രാർത്ഥിച്ചവന്മാരുന്നു. കർത്താവിൻ്റെ വേലയിൽ നല്ല കോൺട്രാക്ടർമാർ. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലമുകളിൽ വന്നപ്പോൾ, പാസ്റ്ററെ ഒരു 10 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൊടുത്താൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ കഴുത്തറത്ത് കളഞ്ഞു. സ്വോത്രം. കളിക്കാവിളെ വെച്ച്
എവിടം വരെയായി അച്ഛാ തിരുവനന്തപുരം? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മകൻ അപ്പനെ കൊല്ലും. മനസ്സിലാകുന്നവർക്കായി വെള്ളറട JS പെന്തക്കോസ് ദൈവസഭ ഒരു പയ്യൻ കണ്ടില്ലേ, സ്വന്തം അപ്പനെ കഴുത്തറുത്തിട്ട് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ അപ്പനെ 28 കുത്തുകുത്തി എന്ന്. മനസ്സിലാകുന്നവർക്കായി വെള്ളറട. ക്ലിയർ ആയോ അച്ചായ? എവിടം വരായി? ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് എത്ര ക്ലിയർ? അപ്പൻ മകനെ കൊല്ലും. അടുത്ത വാക്ക് മോൻ വായിച്ചട്ടെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. കിടക്കുന്ന അമ്മമാരെല്ലാം കേട്ടല്ലോ, അച്ഛനെല്ലാം കേട്ടല്ലോ. വീട്ടിൽ വരുന്ന പെൺപിള്ളാരടുത്ത് മര്യാദയ്ക്ക് നിന്ന് വേണം. മനസ്സിലാക്കുന്നവർക്കായി ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ സന്തോഷമില്ലല്ലോ, കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വോത്രം. അവൾ കൊട്ടേഷൻ ടീമിനെ വിളിച്ചു. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്ത് ചാടിയ അവളുടെ പേരാ ഷെറിൻ. മനസ്സിലാക്കുന്നവർക്കായി ബൈബിൾ ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം, ചെങ്ങന്നൂർക്കാരൻ ഒരു അപ്പൻ കാർ ശരിയാക്കാൻ വന്നു. വെഞ്ഞാറമൂട് പോത്തൻകൂട് കഴക്കൂട്ടാവ് ടയോട്ടയിൽ കാർ ശരിയാക്കി തിരിച്ചുപോയി. അമേരിക്കക്കാരൻ അപ്പനുമായിട്ട് മോൻ വടക്ക്. വെഞ്ഞാറമൂട്ടിൽ കഴുത്തിയരിച്ചു, കൊട്ടാരക്കര ഞെക്കിക്കൊന്നു, കൈകാല് തോട്ടിൽ കോട്ടയം, തല പത്തനംതിട്ടയിൽ. പള്ളിയിൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാഷയെ പ്രസംഗിക്കണം. പട്ടി അടക്കുന്നവരെ ഡെഡ് ബോഡി സെമിത്തേരി കൊണ്ടടക്കി. മനസ്സിലാകുന്നവർക്കായി പത്രം വായിക്കണം. നല്ല കാലമൊക്കെ തീർന്നു അച്ചായ, ഇതൊക്കെ എടുത്തിട്ട് ബൈബിളുമായിട്ട് വായിക്കണം. മനസ്സിലാകുന്നവർക്കായി. പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, തിരുവനന്തപുരം തിരുപുറം. എവിടാ നിങ്ങൾ ചൊവ്വയെന്ന് വന്നോണ്ട് അതുകൊണ്ട് അറിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി നെയ്യാറ്റിൻകര റൂട്ടിൽ ഓലത്താനിക്കപ്പുറത്ത് തിരുപുറത്ത് അവിടെ ഒരു CSI പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. 2013 സഭാദിനം. ആദ്യത്തെ ദിവസം മത്തായിയുടെ സുവിശേഷം, രണ്ടാം ദിനം അച്ഛൻ പറഞ്ഞു ഇതുവരെ ഞാൻ വിചാരിച്ചു കർത്താവ് വരത്തില്ല. ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പോൾ പിടികിട്ടി കർത്താവ് വരുമെന്ന്. മനസ്സിലാകുന്നവർക്കായി ആ അച്ഛൻ അന്ന് സന്തോഷത്തോടെ പറഞ്ഞു മത്തായി 24 വായിര്, ബൈബിളും പേപ്പറും കൂടെ വായിര്, ഉടനെ ഹല്ലേലൂയ പറയുമെന്ന്. മനസ്സിലാകുന്നവർക്കായി ഇവിടെ നമ്മളിവിടെ ഉറങ്ങിയിരിക്കുന്നു. എന്താ നിന്റെ മധ്യേ എത്ര കിളിയ അപ്പൻ മക്കളെ, മക്കൾ അപ്പനെ കൊല്ലും. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ചുവന്നതായ ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം. പുറകെ ഇനി വാക്യം ഒന്നുകൂടെ വായിര്. വരാൻ പോന്നു ആറ്റമിക് യുദ്ധം. വെളിപ്പാട് 6:3-4. മോൻ തിരിച്ചതിനകത്ത് വാ. അതിനകത്തെ മെയിൻ ഭാഗം വെളിപ്പാട് 6:3-4. ഒരിക്കൽ കൂടെ വായിച്ചിട്ട് മോനെ. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ, ബൈബിള് കൂടെ വെക്കണം, സ്പീഡ് കുറച്ചേ പറയത്തോളൂ. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അടുത്തത് അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. പനച്ചമൂട്ട് ചന്തയെന്ന് മേടിച്ച കൊച്ചു പിച്ചാത്തിയല്ല. എതിർ ക്രിസ്തു വരുമ്പോൾ അവനൊരു വലിയ വാള് കിട്ടും. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ വലിയ വാൾ? എല്ലാവരും വിഭാഗം കേൾക്കണം. 2009 കർത്താവിൻ്റെ വരവിൻ്റെ നിർണായക വർഷം. അന്നാ മൻമോഹൻ സിംഗിൻ്റെ ആധാർ, അന്നാ ചിക്കായ പനികളെല്ലാം ഇറങ്ങി നമ്മുടെ ചിക്കൻ കുനിയ വരെ ഇറങ്ങിയത് 2009. അതൊരു വലിയ പ്രസംഗം തൊടുന്നില്ല. അങ്ങനെയെങ്കിൽ അന്ന് ഒരു സംഭവം ഉണ്ടായി. യൂറോപ്പ് കൂടി ചേട്ടന്മാരും അനിയന്മാരും കൂടിയിട്ട് പറഞ്ഞു, ചേട്ടാ അനിയ, നാട്ടുകാർ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഒരാണവ റിയാക്ടർ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. 2009 അവർ അത് കമ്മീഷൻ ചെയ്തു. ആ ആണവ റിയാക്ടറിന്റെ പേരാ, മൊബൈൽ അടിച്ചാൽ കിട്ടും, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. വലിയ കിടക്കുന്നു, വലിയ വാൾ അവന് കിട്ടി. വാൾ പ്രവചന ഭാഷയാ, ആറ്റം യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതെവിടാണെന്ന് ആർക്കും അറിയത്തില്ല. ബ്രിട്ടനിലാണോ, ഫ്രാൻസിലാണോ, ജർമ്മനിയിലാണോ? കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ IS ഇസ്ലാമിക വിഭാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാ. അവര് എല്ലാവരും അതിനകത്തില്ല, ചില തൽപര കക്ഷികൾ. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നെയ്യാറ്റിൻകരയിൽ പോയി പാറശാലയിൽ നിന്ന് കളിക്കാവിളിൽ SIയുടെ വിൻസെന്റിന്റെ നേർക്ക് തട്ടിയവന്മാരുടെ കാര്യമായി പറയുന്ന നെയ്യാറ്റിൻകരക്കാരോട് സ്വോത്രം കേൾക്കുന്നവർക്കായി. SI വിൻസെന്റിനെ തട്ടിയ ഗ്രൂപ്പാർ. അവരെ ഇന്ന് ആയുധമില്ല. കാന്തന്റെ വരവിൽ കിട്ടിയാൽ അവൻ കൊണ്ടുവന്നെന്നല്ല, ഒരു വലിയ വാളും ആന്റി ക്രൈസ്റ്റിന് കിട്ടാൻ പോകുന്നു. എന്താ തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ? എല്ലാവരും കേൾക്കണം. ഇത് നമ്മുടെ കുരിശുമല പെരുന്നാൾ. മനസ്സിലാക്കുന്നവർക്കായി തമിഴ്നാട്ടുകാർ പലഹാരം ഉണ്ടാക്കാൻ വരും. വലിയ എണ്ണ അങ്ങോട്ട് തിളപ്പിക്കും. അതിനകത്ത് 4 പരിപാടി ചെയ്യും. 1 പരിപ്പ് വട, 2 ഉഴുന്നുവട, 3 നെയ്യപ്പം, 4 ബോണ്ട. 4 വാരും. അതുപോലെ തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടറിന് 4 മൂലകളുണ്ട്. അതിനകത്ത് ധാതുലവണം ഇട്ടുകൊടുത്താൽ ഗ്രനേഡ് കിട്ടും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ എറിയുന്നത് അതിൻ്റെ പേര് 1 തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, 4 പ്ലൂട്ടോണിയം. ഇതങ്ങോട്ട് ഇട്ടുകൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഗ്രനേഡ് കിട്ടുന്ന ഒരു ആറ്റം റിയാക്ടർ ആരുടെ കയ്യിൽ? ഇന്ന് യൂറോപ്പിന്റെ കയ്യിലിരിപ്പുണ്ട്. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു
കൈവിടപ്പെട്ടു പോയാൽ ഈ ആറ്റം റിയാക്ടർ ആരുടെ കയ്യിൽ കിട്ടും? എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ കിട്ടും. മനസ്സിലാകുന്നവർക്കായി അത് കിട്ടിയാൽ എന്ത് സംഭവിക്കും? ആറ്റം പൊട്ടിയാൽ. ഇന്ന് ലോകത്തിലെ ഏറ്റവും നിർണായകമായ, എല്ലാവരും കേട്ടാട്ട്, ആറ്റമായുധം ആരുടെ കയ്യിൽ? 18,000 ആറ്റമായുധങ്ങളാണ് ലോകത്തിൽ ഇരിക്കുന്ന. 18,000 ആറ്റമായുധങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നാം കാൽ ചവിട്ടുന്ന ഭൂമിയെ 240 പ്രാവശ്യം കത്തിക്കാനുള്ള ആറ്റമായുധം ലോക രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആരെയില്ല? റഷ്യയുടെ 1000 ചില്ലുവാനും ആറ്റമായുധം ഉണ്ടെന്നാ പറയുന്നത്. തൊട്ടുപുറകെ അമേരിക്കയും പറയുന്നു 1000 ഉണ്ടെന്ന്, ബ്രിട്ടൻ പറയുന്നു 1000 ഉണ്ടെന്ന്, ഫ്രാൻസ് പറയുന്നു 1000 ഉണ്ടെന്ന്. കുഞ്ഞൻ രാഷ്ട്രം, കേരളത്തിന്റെ 6 ഡിസ്ട്രിക്ട് വലിപ്പമുള്ള ഇസ്രയേൽ പറയുന്നു ഞങ്ങളുടെ ഈ 300-ൽ പരം ആറ്റമായുധം ഉണ്ടെന്ന്. സ്വോത്രം. കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യക്കാർ യുണൈറ്റഡ് നേഷൻസ് കണക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ 150 എണ്ണം ഉണ്ടെന്ന്. തെറ്റാ, 300 കാണും. അതുകൊണ്ടാണ് 150 പറഞ്ഞ. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അപ്പുറത്ത് പാകിസ്ഥാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ, അതിനകത്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ പേര് അസം മുനീർ. അസം മുനീർ പറഞ്ഞൊരു കാര്യമുണ്ട്, കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ ഞങ്ങൾ ആറ്റമായുധം പ്രയോഗിക്കുമെന്ന്. സ്വോത്രം. അത് ട്രംപിനോട് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയെ വളരുന്ന ഇന്ത്യ വെറുതെ ആറ്റം പൊട്ടിച്ച് പ്രശ്നം ഉണ്ടാക്കണം, തൽക്കാലം വെടിനിർത്താം. അതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ അമേരിക്ക ആയിട്ടുള്ള പ്രശ്നം. ആസം മുനീർ ഇന്ത്യയോടല്ല പറഞ്ഞു, ട്രംപിനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആറ്റമായതുകൊണ്ട് ഒരു കുഞ്ഞൻ രാജ്യം പോയാൽ ഞങ്ങൾ പോകും, പക്ഷേ ഇന്ത്യ ഏറ്റവും വലിയ രാഷ്ട്രമാണ്, ഞങ്ങൾ കൊണ്ട് തട്ടു. അതുകൊണ്ട് ആ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഈ വായാടി ട്രംപ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാ വെടി നിർത്തിയെന്ന്. അന്ന് തൊട്ട് നമ്മൾ തമ്മിൽ കശപിശ. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ചൈനയെ പോയേക്കുന്നത്. ബായി ബായി, ചീന ചീന, ബായി ബായി. ബാക്കി ഞാൻ പറയുന്നില്ല. മനസ്സിലാകുന്നവർക്കായി. പേപ്പർ വായിക്കണം കുഞ്ഞമ്മാമേ, മതിൽ ചാടിയത് വായിക്കാതെ ഇതെല്ലാം വായിക്കണം. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇന്ന് രാത്രി കേൾക്കുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങളുടെ കയ്യിൽ ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും? എല്ലാവരും ഇത് കേൾക്കണം. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും? ഇന്ന് രാത്രി ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ നിന്നാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് പരവൂർ പൊറ്റിങ്ങൽ. പൊട്ടിയത് എന്താണെന്നറിയാമോ? വെറും പൊട്ടാസ്യം നൈട്രേറ്റ്. എത്ര പേര് പോയി? 136 പേരെ ഒറ്റ സമയത്ത് പോയ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഒരു 3-ാം ലോക മഹായുദ്ധം ഇവിടെ ആഞ്ഞടിച്ചാൽ, ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? മനസ്സിലാകുന്നവർക്കായി വായിച്ചു തുടങ്ങുന്നു. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? എസക്കേൽ പ്രവചനം 39, 14, 15 വാക്യങ്ങൾ. ആറ്റം പൊട്ടിയാൽ ഇവിടെ എന്ത് സംഭവിക്കും? മോൻ വായിച്ച് കേൾപ്പിച്ചാട്ടെ. എസക്കേൽ 39, 14, 15 വായിക്കാം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, 3-ാം ലോക മഹായുദ്ധത്തിൽ പൊട്ടുന്ന ആറ്റങ്ങളുടെ കണക്കിനകത്ത് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ശവം അടക്കാൻ ഡെയിലി വേജസിന് ആള് വരുമെന്ന് പറഞ്ഞപ്പോൾ പണ്ട് ആൾക്കാർ പറഞ്ഞു വെറുതെയാന്ന്. സന്തോഷമില്ലല്ലോ. കോവിഡ് കാലത്ത് അച്ചായ മെഡിക്കൽ കോളേജിൽ മരിച്ച് അമ്മാമ്മയെ ഡെഡ് ബോഡി കാണിച്ചോ? ഇല്ല. 6 ചെറുപ്പക്കാർ നല്ല കുപ്പായമൊക്കെ ഇട്ട് ചന്ദ്രനിൽ പോകുന്ന പോലെ ആംബുലൻസിനകത്ത് കയറി അമ്മാമ്മയ്ക്ക് വീഡിയോ കോൾ കാണിച്ച്, പോകുന്നേ ഞാനും പോകുന്നേ, നെട്ടയ മലമുകൾ. സന്തോഷമില്ലല്ലോ. ഉമ്മ കൊടുക്കാനും പറ്റിയില്ല, ചുംബനം കൊടുക്കാനും പറ്റിയില്ല. നിത്യപ്രവർത്തിക്കാർ 12 അടി താഴ്ച അച്ചാൻ്റെ ഡെഡ് ബോഡി താത്ത് കളഞ്ഞു. കാരണം ഉയരുന്നില്ലല്ലോ അച്ചായ. സ്വത്ര എത്ര ക്ലിയറായി. ശവം അടക്കാൻ ഡെയിലി വേജസിന് ആൾ വരുമെന്ന് ബൈബിളിനകത്ത് ഇതാ കിടക്കുന്നു. നിത്യപ്രവർത്തിക്കാർ. ശവം അടക്കിയവർക്ക് ഡെയിലി വേജസിന് അവിടുത്തെ ശമ്പളം കൊടുത്തത് ബൈബിൾ കണ്ടോണോ. ഇതെല്ലാം കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പിട്ടാ ഇതെല്ലാം നടന്നു തുടങ്ങി. ബറിയേഴ്സ്, ശവമടക്കാൻ. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. 7 മാസം കഴിഞ്ഞ ശേഷം, 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. വഴിയരികെ ആറ്റം പൊട്ടിയാൽ പരിശോധന കഴിക്കും. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഏഷ്യാനെറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ട്, അളകനന്ദ. അവളോട് ചോദിക്കണം റഷ്യ ഉക്രൈനിലെ ശവം എവിടെ. അത് കഴിഞ്ഞിട്ട് 24 ചാനൽ PP ജെയിംസ് ചോദിക്കണം. അത് കഴിഞ്ഞ് മീഡിയ 1-ൽ നിഷാദ് റാവുത്തർ അടിച്ചു ചോദിക്കണം ശവം എവിടെ. ഇന്ന് ഗാസയ്ക്കകത്ത് 63,000 പേരെ ഇസ്രയേൽ കൊന്നുകളഞ്ഞത്. കെട്ടിടത്തിൻ്റെ അടി മാസങ്ങളായി കിടക്കുന്ന ശവം അവിടെ കിടക്കുക. അതിനെ പ്ലാസ്റ്റിക് ചാക്കിനകത്താണ് വലച്ചുകൊണ്ട് പോകുന്നത്. റഷ്യ ഉക്രൈൻ്റെ ശവമടക്കം നിങ്ങൾ കാണുന്ന ഭയങ്കര കിടങ്ങുകൾ അതിനകത്ത് ചാക്കിനകത്ത് കൊണ്ട് തള്ളിയിടുക. 7 മാസം കഴിഞ്ഞിട്ട് വേണം. അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 7 മാസം കഴിഞ്ഞവർ പരിശോധന കഴിക്കും. വായിച്ചാട്ട് മോനെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ ആറ്റം പൊട്ടിയാൽ, വായിച്ചാട്ടെ, അവരിൽ ഒരുത്തൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ, മനുഷ്യന്റെ അസ്ഥിയാ കാണുന്ന, ബോഡി കാണത്തില്ല. ദാണ്ട പരവൂരിൽ പൊട്ടിയതുപോലെ ഇന്ന് പലയിടത്തും പൊട്ടുന്നത് പോലെ ദാണ്ട ഇന്ന് പത്രവാർത്ത കണ്ണൂരിൽ പടക്കം ഉണ്ടാക്കിയവന്മാർ പൊട്ടിത്തെറിച്ച് അവൻ്റെ ബോഡി കാണാൻ പോലും ഇല്ല. പീസായി ചെതറിപ്പോയി. ഇന്ന് രാത്രി TV കാണും. അതിലും വലിയ സാധനമാണ് ഇവിടെ പൊട്ടാൻ പോകുന്നത്. ഒരു മനുഷ്യന്റെ അസ്ഥി കണ്ടാൽ, വായിക്കാം, അതിനരികെ ഒരു അടയാളം വയ്ക്കും. എന്താ വെച്ചാൽ അതാരും തൊടത്തില്ല. റേഡിയേഷനാണ്. ഇത് ആറ്റം പൊട്ടിയതാ. തൊട്ട് കഴിഞ്ഞാൽ അവൻ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് അതിനരികെ ഒരു അടയാളം വെക്കും. ഇന്ന് കാഞ്ഞിരംകുളത്തെ കാറ് കേടായ പുറേ ഒരു കുരിശും 2 തോലും കെട്ടി വെക്കും. കാറ് കേടാന്ന് മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം ഒരു പൊക്കിയെടുക്കുന്ന ഒരു ക്രെയിൻ വന്നാൽ തൂക്കിക്കൊണ്ടുപോകുന്ന സ്വത്രം മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ഇന്ന് എന്ത് ചെയ്യും? അതിന്റെ അരികെ ഒരു അടയാളം വെക്കും. അടുത്തത്, അടക്കം ചെയ്യുന്നവർ. അത്
ഹമോൻ ഗോഗ് മതി. അടക്കം ചെയ്യുന്നവർ ഹമോൻ ഗോഗ് മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി എന്താ മലയാളം ദാണ്ട് ശ്രീലങ്കയിൽ തമിഴ് പെലുകളുടെ നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ. എല്ലാ ബന്ധുക്കോശുകാരും കേട്ടാട്ടെ. വേലുപ്പിള്ള പ്രഭാകരനെ കൊന്നത് ക്ലസ്റ്റർ ബോംബാ. 6 മാസം അവൻ്റെ ഡെഡ് ബോഡി പട്ടിക്കോലമായി കടന്നു. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് വന്നു. നാട്ടുകാർ കേൾക്കണം, BBC കാണിച്ചതാ. വേലുപ്പിള്ള പ്രഭാകരൻ്റെ മോൻ്റെ അസ്ഥികൂടം കൊണ്ടുവന്നു. ജാഫ്ന കടലിടുക്കി കൊണ്ട് കുത്തി താഴ്ത്തു, റേഡിയേഷൻ ഏക്കാതിരിക്കാൻ. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇവിടെ ആറ്റമായുധം വെട്ടിയാൽ കേൾക്കണം, എന്താ ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കുന്തിരിക്കാൻ പുക വയ്ക്കത്തില്ല, CSIയിലെ ബിഷപ്പ് വരത്തില്ല, പെന്തക്കോസിലെ പാസ്റ്റർമാർ വരത്തില്ല, പരിപ്പുവടയില്ല, ചായയില്ല, കാട്ടാക്കട വെറൈറ്റി മാർബിളിൽ RIP ഇല്ല. മനസ്സിലാകുന്നവർക്കായി അച്ചായൻ്റെ ഡെഡ് ബോഡി എവിടെ കൊണ്ടുവന്നറിയാമോ? നെയ്യാറിൽ, തിരുവനന്തപുരത്ത് നെയ്യാറിനകത്ത് പന്ത, അതിനോടടുത്തുള്ള സ്ഥലങ്ങളിൽ എക്കലിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പുല്ലുവളയോ പൂവാറോ ശംഖുമുഖത്തോ കാടലിനകത്ത് കൊണ്ട് കുത്തി താക്കുന്ന കാലം ഇവിടെ വരായിറായി. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ചരിവുളയോട് നെല്ലിമോടിനോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് ഇന്ന് രാത്രി പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിന് ഭൂതലത്തിലെങ്ങും പരിപാലിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. മനസ്സിലാകുന്നവർക്കായി കണ്ടോ, ഇസ്രായേലിന്റെ മിസൈൽ ദാ കിടക്കുന്നു. 13,000 കിലോമീറ്റർ വീഴാനിരിക്കുന്ന മിസൈൽ ഇരിക്കുമെന്ന് സ്വോത്രം. കന്യാകുമാരി മുതൽ എവിടാ തേങ്ങാപട്ടണം മുതൽ അമേരിക്ക ഒഗിയോ വരെ വീഴാനുള്ള മിസൈൽ ഇരിക്കുക. ഇതിനകത്ത് ആണവ പോർമുനയാ. മനസ്സിലാകുന്നവർക്കായി കണ്ടില്ലേ, അടുത്തതൂടെ കാണിച്ചു തരാം. ആരും വിഷമിക്കേണ്ട. ഓപ്പറേഷൻ സിന്ദൂർ മനസ്സിലാക്കണം. ഓപ്പറേഷൻ സിന്ദൂറിനകത്ത് അടിച്ചത് ദാണ്ടേ ഇതായിരിക്കുന്നു. ബറാക്ക് 8 മിസൈൽ ഇന്ത്യ കറാച്ചിയിലും ലക്നൌവിലും എല്ലാം അടിച്ചപ്പോഴാണ് പാകിസ്ഥാൻ പറഞ്ഞ നിർത്തണം. ഇതുപോലുള്ള പോർമുനകൾ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തകർക്കാൻ വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അതൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി.